ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് KY വിൽഫ്രഡ് രാജ് എന്നാണ്. ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന പ്രസ്ഥാനത്തിലെ ഒരു സീനിയർ പാസ്റ്ററാണ്. ഇങ്ങനൊരു അവസരം ദൈവം എനിക്ക് നൽകിയതിൽ ഹൃദയംഗമായ സന്തോഷത്തോടു കൂടെയാണ് ഞാനിവിടെ ചില നിമിഷങ്ങൾ ചെലവിടുവാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലുണ്ടായ വിളിയെക്കുറിച്ച് അല്പസമയം സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം തൻ്റെ കൃപയാൽ ഈ ഉന്നത വിളിയാൽ എന്നെയും വിളിക്കുവാൻ ദൈവത്തിന് ഹിതം തോന്നിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിപ്പോൾ പട്ടം LICക്ക് അടുത്തുള്ള സെൻട്രൽ AG വർഷിപ്പ് സെൻറ്ററിലാണ് ശുശ്രൂഷിക്കുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലം ദൈവം അതിശയകരമായി നടത്തി. 4ാം വർഷത്തിൽ പ്രവേശിച്ചിരിക്കുക. ഒത്തിരി കുടുംബങ്ങൾ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ദൈവത്തിൻ്റെ സാക്ഷിയായി ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. യോഹന്നാൻ 3:16 പറയുന്നത് പോലെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മുഴു ലോകത്തെയും സ്നേഹിച്ച യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ എനിക്കും ആ സ്നേഹത്താൽ പിടിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കി. എൻ്റെ ജനനം ഒരു ക്രിസ്തീയ കുടുംബത്തിലായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ പെന്തക്കോസ്ത് അനുഭവത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബമായിരുന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ ഏറ്റവും ഇളയ മകനായിരുന്നു. എൻ്റെ പഠന കാലഘട്ടത്തിൽ എനിക്ക് ദൈവത്തെ അറിയാനിടയായെങ്കിലും എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളും സമൂഹത്തിൽ ദൈവനാമത്തിൽ ക്രിസ്തീയ സമൂഹം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഞാൻ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു സമയം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. 1984 മഞ്ഞപ്പിത്തം എന്ന രോഗത്താൽ ഞാൻ വളരെയധികം ക്ലേശം അനുഭവിക്കേണ്ടി വന്നു. ആശയ്ക്ക് വകയില്ലാത്ത ഒരു സാഹചര്യത്തിലോട്ട് എൻ്റെ ജീവിതം കടന്നുപോയി. നീണ്ട 14 മാസം ഞാൻ ഈ രോഗത്തിന് വേണ്ടി ചികിത്സയിലായിരുന്നു. 14ാം മാസം ഞാൻ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ മെഡിക്കൽ വാർഡിൽ എമർജൻസിയിൽ ഞാൻ വളരെയധികം സീരിയസായി എൻ്റെ ജീവിതം കടന്നുപോയി. എൻ്റെ പ്രതീക്ഷകളെല്ലാം തകർന്ന് മരണത്തെ ഞാൻ മുഖാമുഖമായി കാണുന്ന സന്ദർഭത്തിൽ ദൈവം എന്നോട് ഇടപെടുകയും മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ മരണത്തിൻ്റെ മേൽ അധികാരമുള്ള ഒരു യേശു ഉണ്ടെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞു. എൻ്റെ ബ്രദറിൻ്റെ സ്നേഹിതനായ പാസ്റ്റർ ജോയി മലയടി ഞങ്ങളുടെ വീട്ടിൽ വരികയും ആ സമയത്ത് ഞാൻ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ മെഡിക്കൽ വാർഡിൽ ഞാൻ സീരിയസായി കിടക്കുന്ന കാര്യം എൻ്റെ 4ാമത്തെ ജ്യേഷ്ഠൻ പാസ്റ്റർ സൈമൺ, അന്ന് അദ്ദേഹം വൈദ്യശാല നടത്തുകയാണ്, എൻ്റെ ജ്യേഷ്ഠൻ പറയുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ബ്രദർ ആ പാസ്റ്ററുമായിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ കടന്നു വന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് എന്നോട് ചോദിച്ചു, പരസ്യമായിട്ട് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറാണോ? കർത്താവിൻ്റെ വേല ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടോ? മരണത്തിൽ നിന്ന് യേശു നിന്നെ രക്ഷിച്ചാൽ യേശുവിന് സാക്ഷിയാകാമോ എന്ന് എന്നോട് ചോദിച്ചു. ആ സമയത്ത് സകല പ്രതീക്ഷകളും മങ്ങിപ്പോയ ജീവിതത്തിൽ, മരണത്തെ മുഖാമുഖമായി കണ്ട എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്കൊരു ജീവിതമില്ലെന്ന് ഞാൻ തന്നെ വിശ്വസിച്ചിരുന്ന ആ പ്രത്യേക സമയം, മെഡിക്കൽ സയൻസ് എന്നെ കൈവിട്ട ആ സമയങ്ങളിൽ യേശുവിന് വേണ്ടി എൻ്റെ ഹൃദയം കൊടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയും ഞാൻ അനുദപിച്ച് ദൈവസന്നിധി കരയുവാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പിതാവും എൻ്റെ മാതാവും എൻ്റെ സഹോദരങ്ങളും എൻ്റെ മാതൃസഭയിലെ ദൈവമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും അതുവരെയും അനുദപിച്ച് കരയാൻ എനിക്ക് കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. കാരണം ഞാൻ മരിച്ചു പോകുമെന്ന ചിന്ത എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എനിക്ക് ഒരു നിലയിലും രക്ഷപ്പെടാൻ കഴിയില്ല, ഇതെൻ്റെ അവസാന നാളാണെന്ന് ഞാൻ കരുതി. അങ്ങനെ എൻ്റെ വീട്ടിൽ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോകണം, ഞാൻ എൻ്റെ വീട്ടിൽ കിടന്ന് മരിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ പിതാവിനോട് പലവട്ടം ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡോക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ. എന്നാൽ ആ ദൈവത്തിൻ്റെ ദാസൻ എന്നോട് സംസാരിച്ച് ആലോചന പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ആ സമയത്ത് ദൈവസന്നിധിയിൽ പറഞ്ഞു, കർത്താവേ, എനിക്ക് ആയുസ്സും ആരോഗ്യവും അങ്ങ് തരുന്നെങ്കിൽ എൻ്റെ സമശിഷ്ടങ്ങളുടെ നടുവിൽ, നശിച്ചു പോകുന്ന തലമുറകളുടെ നടുവിൽ ഞാൻ യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തു കൊള്ളാമെന്ന്
ഹൃദയംഗമായിട്ടൊരു തീരുമാനം ഞാൻ എടുത്തു. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എന്നാൽ ആ സമയങ്ങളിൽ ദൈവം എന്നെ നിത്യതയിലെ ആരാധനയുടെ ശബ്ദം എൻ്റെ കണ്ണിൽ കാണുവാനായിട്ട് ദൈവം ഇടയാക്കി. ഞാൻ ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്തെല്ലാം നല്ല ഗായക സംഘത്തോട് ചേർന്ന് ആരാധിക്കുന്ന അനുഭവങ്ങൾ സ്വപ്നത്തിൽ പോലെ എനിക്ക് അനുഭവപ്പെടുവാനിടയായിത്തീർന്നു. അപ്പോൾ സത്യത്തിലും ആത്മാവിലുള്ള ആരാധന യാഥാർത്ഥ്യമാണെന്ന് എൻ്റെ മനസാക്ഷിക്ക് തിരിച്ചറിയുവാൻ ദൈവം ഇടയാക്കി. ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘം പാടുന്നത് ഞാൻ കേട്ട് അക്കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു എന്ന് ഞാൻ എൻ്റെ പിതാവിനോട് പറയുമായിരുന്നു. അപ്പോൾ എന്നോട് എൻ്റെ പിതാവ് പറയും, നീ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് നിന്നെ വിടുവിക്കും. വളരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പിതാവും മാതാവും സഹോദരങ്ങളുമാണ് ഈ ദൈവം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഇന്നെൻ്റെ പിതാവ് നിത്യതയിൽ വിശ്രമിക്കുന്നു, എൻ്റെ മാതാവ് വിശ്രമിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെല്ലാം കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലും വിവിധ സഭകളിൽ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി കടന്നു പോകുന്നു. ഏതായാലും ദൈവം ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. എളിയവനായ എൻ്റെ പ്രാർത്ഥന ദൈവം ശ്രദ്ധ വെച്ച് കേട്ട് എന്നോട് കൃപ കാണിച്ചു. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ ബ്രദർ സദേൺ ഡിസ്ട്രിക്റ്റിലെ ഒരു പാസ്റ്ററാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ പേര് ജോണിക്കുട്ടി എന്നാണ്. അദ്ദേഹം ധനുവിച്ചപുരം എന്ന സ്ഥലത്ത് പാസ്റ്ററായിരിക്കുമ്പോൾ എന്നെ അവിടേക്ക് കൊണ്ടുപോയി. അതിന് മുൻപൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ മരിച്ചു പോകും എന്ന പ്രതീക്ഷ പൂർണ്ണമായിട്ട് എന്നിൽ നിന്ന് മാറിയിട്ടില്ല. എന്നെ മണിവിളയുള്ള ഒരു വൈദ്യൻ്റെ അടുക്കൽ കൊണ്ടുപോയി. അവിടെ വച്ച് അദ്ദേഹം എന്നെ പരിശോധിച്ചു. എനിക്കിഷ്ടമുള്ള ആഹാരം തരാൻ എൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു. ഞാൻ രക്ഷപ്പെടുകയില്ലെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ ചേട്ടൻ ആരാധിക്കുന്ന ധനുവിച്ചപുരത്തുള്ള ഈ അസംബ്ലീസ് ഓഫ് ഗാഡ് സഭയിൽ അന്ന് രാത്രി മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ദൈവം എന്നെ തൊട്ട്, എൻ്റെ ബ്രദറും സഭയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ മരണത്തിൽ നിന്ന് കർത്താവ് എന്നെ അത്ഭുതകരമായി രക്ഷിച്ചു. ഒരു നിമിഷം കൊണ്ടാണ് ഞാൻ സൗഖ്യം പ്രാപിച്ചത്. 14 മാസമായി ഉപ്പ് ചേർത്ത ആഹാരം കഴിച്ചിട്ട്, മറ്റ് ഭക്ഷണങ്ങൾ കഴിച്ചിട്ട്, എന്നാൽ പ്രാർത്ഥിച്ച് എൻ്റെ ജ്യേഷ്ഠൻ പാസ്റ്റർ ജോൺകുട്ടി എനിക്ക് ഓരോരോ ആഹാരമായി തരാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഭാര്യ, എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠത്തി സെൽവി എന്ന പേര്, അവർ രണ്ടുപേരും എന്നെ കാര്യമായി ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒപ്പം എൻ്റെ മാതൃസഭ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് ആയുസ്സ് നൽകി. അതിനുശേഷം ഏകദേശം 2-3 വർഷം ഞാൻ തികഞ്ഞ ഒരു പിന്മാറ്റ അനുഭവത്തിലേക്ക് കടന്നുപോയി. അങ്ങനെ 1989 ഞാനൊരു ദിവസം എൻ്റെ മാതൃസഭയിലെ ആരാധനയ്ക്ക് എൻ്റെ വീട്ടുകാരോട് ചേർന്ന് ഞാൻ ചർച്ചിൽ പോകുന്ന സമയത്ത്, അന്ന് അവിടെ ശുശ്രൂഷയ്ക്ക് കടന്നു വന്ന മോസസ് എന്ന പാസ്റ്റർ, അദ്ദേഹം ശുശ്രൂഷയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അടുക്കൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ ആലോചന എന്നോട് പറഞ്ഞു. ഞാൻ തൊട്ടു മുമ്പ് സംസാരിച്ച വാചകങ്ങൾ വരെ അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ച് പറഞ്ഞ്, കർത്താവിൻ്റെ വേല ചെയ്യാൻ ഞാൻ എടുത്ത തീരുമാനം, അത് ഞാൻ നിറവേറ്റിയില്ല എങ്കിൽ തുടർന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ആ ദൈവദാസൻ എന്നോട് ദൂതായി പറഞ്ഞു. ആ കർത്താവിൻ്റെ ദാസൻ ഇന്ന് ഭൂമിയിലില്ല, അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നു. അങ്ങനെ 1989 ജൂൺ മാസം 5-ാം തീയതി ഞാൻ എൻ്റെ സഭയുടെയും എൻ്റെ കുടുംബക്കാരുടെയും പ്രാർത്ഥനയോടെ ഉച്ചയ്ക്ക് 1:15 മണിക്ക് ഞാൻ എൻ്റെ ഭവനം വിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. ഞാൻ തിരുവല്ല ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ ദൈവത്തിൻ്റെ വചന പഠനത്തിനായി കടന്നുപോയി. 89 ഞാൻ അവിടെ ജോയിൻ ചെയ്തു. 91 ഞാൻ അവിടെ ഗ്രാജുവേറ്റ് ചെയ്തു. അതിനുശേഷം അസംബ്ലീസ് ഓഫ് ഗാഡിൻ്റെ പുനലൂരിലുള്ള ബദേൽ ബൈബിൾ കോളേജിൽ ഞാൻ 91 ജോയിൻ ചെയ്തു. 94 ഞാൻ അവിടെ ഗ്രാജുവേറ്റ് ചെയ്തു. അങ്ങനെ ദൈവവചനം സവിസ്തരമായി പഠിക്കാനും ആ ക്യാമ്പസുകളിൽ ഞങ്ങൾക്ക് ദൈവം എനിക്ക് നൽകിയ അധ്യാപകരിൽ നിന്ന് വചനം പഠിക്കുക മാത്രമല്ല, നന്നായി പ്രാർത്ഥിക്കാനും ആരാധിക്കാനും കർത്താവ് ഇടയാക്കി. ഞാൻ ബൈബിൾ കോളേജിൽ പോകുന്നതിന് മുൻപ് ദൈവം തൻ്റെ ആത്മാവിനാൽ എന്നെ നിറച്ച് പുതുഭാഷകളിൽ സംസാരിപ്പാനും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടാനും ദൈവം എന്നെ സഹായിച്ചു. തുടർന്ന് പഠനത്തോടുള്ള ബന്ധത്തിൽ കരുവിലാഞ്ചിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത്, വിളപ്പിശാലയ്ക്ക് അടുത്ത് കരുവിലാഞ്ചിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് കർത്താവിൻ്റെ വേലയിൽ എനിക്ക് പ്രവേശിപ്പാൻ കർത്താവ് ഇടയാക്കി. ധാരാളം പ്രതിസന്ധികൾ നിറഞ്ഞ ആ കാലഘട്ടത്തിൽ ദൈവം അവിടെ ഞങ്ങളെ കുടുംബമായിട്ട് 1993 മുതൽ ദൈവം എന്നെയും എൻ്റെ ഭാര്യ ബിൻസിയെയും ദൈവം എനിക്ക് ദാനമായി തന്ന 2 കുഞ്ഞുങ്ങളുമായിട്ട് 3 വർഷത്തിലധികം അവിടെ നന്നായി ശുശ്രൂഷിപ്പാൻ കർത്താവിടെ ആക്കി. അതിനുശേഷം കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ വിവിധ സഭകളിൽ എനിക്ക് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കാൻ ഇടയായിത്തീർന്നു.
അസംബ്ലീസ് ഓഫ് ഗാഡിൻ്റെ സഭയായ വള്ളിപ്പാറ അസംബ്ലീസ് ഓഫ് ഗാഡ് സഭ, പുതുക്കുറിച്ചി അസംബ്ലീസ് ഓഫ് ഗാഡ് സഭ, വട്ടിയൂർക്കാവ് അസംബ്ലീസ് ഓഫ് ഗാഡ് സഭ, ഊരുട്ടമ്പലം അസംബ്ലീസ് ഓഫ് ഗാഡ് സഭ, പേരൂർക്കട അസംബ്ലീസ് ഓഫ് ഗാഡ് സഭയിലും അതിനുശേഷം ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ പ്ലാമൂഡ് അസംബ്ലീസ് ഓഫ് ഗാഡ് സഭയിലും 4 വർഷത്തിലധികം ശുശ്രൂഷകനായിരിക്കാൻ കർത്താവിടയാക്കി. അതിനുശേഷമാണ് അവിടുത്തെ കാലഘട്ടം തീരുന്ന സമയത്ത്, ട്രാൻസ്ഫറിൻ്റെ സമയത്താണ് എനിക്കൊരു പുതിയ പ്രവർത്തനം, അസംബ്ലീസ് ഓഫ് ഗാഡിൻ്റെ ഒരു പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ള ആഗ്രഹവും നിയോഗവും വന്നിട്ട് ഞാൻ പട്ടം LICക്ക് അടുത്ത് ഈ ഇൻറോയൽ ഫർണിച്ചറിൻ്റെ ഓപ്പോസിറ്റായിട്ട് QRSനടുത്ത് ഉള്ള ഒരു ബിൽഡിങ് ഞങ്ങൾ റെൻറ്റിനെടുത്ത് അവിടെ കർത്താവിനെ ആരാധിച്ച് വരുന്നു. രാവിലെ 8 മണി മുതൽ 10:30 മണി വരെയാണ് അവിടുത്തെ സഭായോഗം ഞങ്ങൾ നടത്തി വരുന്നത്. ധാരാളം ആൾക്കാരവിടെ കടന്നു വന്ന് കർത്താവിനെ ആരാധിക്കുന്നു. പല അത്ഭുതങ്ങൾ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ദൈവകൃപയാൽ കർത്താവ് ഞങ്ങൾ അതിശയകരമായി നടത്തി. എൻ്റെ ഭാര്യയുടെ പേര് ബിൻസി എന്നാണ്, എൻ്റെ മകളുടെ പേര് പ്രിൻസി എന്നാണ്, എൻ്റെ മകൻ്റെ പേര് പ്രിൻസി എന്നാണ്. ഞങ്ങൾ 4 പേരും ദൈവത്തിൻ്റെ കൃപയിലും കർത്താവിൻ്റെ വേലയുടെ മുഖത്തും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. ഒത്തിരി പേരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവസന്നിധിയിൽ ധാരാളം ഉപവസിക്കുവാനും പ്രാർത്ഥിക്കാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കർത്താവ് ഭാഗ്യമൊരുക്കി. എൻ്റെ ഭാര്യയും ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ ദാസിയാണ്. നന്നായി ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുകയും മാത്രമല്ല കൃപകരങ്ങളും ദൈവത്തിൻ്റെ വചന ശുശ്രൂഷയിലും നല്ല പ്രാവീണ്യം ദൈവം കൊടുത്തിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളും ദൈവത്തിൻ്റെ കൃപയിൽ തന്നെ ആയിരിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഈ പറയപ്പെട്ട ചുരുങ്ങിയ കാലഘട്ടത്തിനകത്ത് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഭയങ്കരമായ വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു. ശുശ്രൂഷ മുഖത്ത് തുടരാൻ കഴിയുമോ ഇല്ലയോ എന്ന് ഭാരപ്പെട്ട ജീവിത നാളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയെല്ലാം ദൈവം നിലനിർത്തി. നിന്നതല്ല, ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് നിർത്തിയതാണ്. കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമെന്ന് ജീവിതം പഠിപ്പിച്ചു. ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ കാണുവാൻ, ഒട്ടനവധി അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നത് കാണുവാൻ കർത്താവ് ഭാഗ്യം തന്നു. അതെല്ലാം വിശ്വാസ ജീവിതത്തിൽ ഉറയ്ക്കാനും മറ്റുള്ളവരെ വചനത്തിൽ ഉറപ്പിക്കാനും ഒരു സഹായകരമായ ഘടകമായിരുന്നു. യേശുക്രിസ്തു ദൈവമാണ്, യേശു എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ഞാൻ നന്നായിട്ട് രുചിച്ചറിയാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. പക്ഷേ യേശുവിന് അനുകൂലമല്ലാതിരുന്ന ഈ ലോകം ഒരിക്കലും ഈ ശുശ്രൂഷകൾക്കോ ഈ നിയോഗത്തിനോ ഈ ലോകം ഒരിക്കലും അനുകൂലമല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ ഐഹിക ജീവകാലത്ത് യേശു പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു എന്ന് വചനം പറയുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ ഭയങ്കരമായ വെല്ലുവിളികളും പ്രതിസന്ധികളും ആത്മീയ ഗോളത്തിൽ നിന്നും ഭൗതിക ലോകത്തിൽ നിന്നും കടന്നു വന്ന സമയത്തും ദൈവം തൻ്റെ ഉന്നത കൃപയാൽ ദൈവം ബലം പകർന്ന് ദൈവം തൻ്റെ കൃപയിൽ നിലനിർത്തി. എനിക്ക് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ദൈവത്തിൻ്റെ പരമോന്നതമായ വിളി തൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെ ഉപയോഗിക്കാൻ നമ്മുടെ മേലുണ്ടെങ്കിൽ നിശ്ചയമായും നാം ഒരുപാട് വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരും. വിശുദ്ധ ബൈബിളിൽ പറയപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കഥാപാത്രമാണ് ജോസഫ്. ജോസഫിനോട് ദൈവം പറഞ്ഞു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും നിന്നെ നമസ്കരിക്കും. പക്ഷേ ആ ദൂത് പിതാവിനോ മാതാവിനോ സഹോദരങ്ങൾക്കോ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവരവനെ സ്വപ്നക്കാരനെന്ന് വിളിച്ച് പരിഹസിച്ചു. മാത്രമല്ല സഹോദരങ്ങൾ അവനെ എടുത്ത് പൊട്ടക്കിണറ്റിലിട്ടു. അവനെ 20 വെള്ളിക്കാശിന് വിറ്റു. അപമാനിതനായി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. പക്ഷെ ദൈവ വഴിയിലൂടെ ജോസഫ് സഞ്ചരിച്ചതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ വിശുദ്ധിക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ വിളിക്ക് വേണ്ടിയും നിലകൊണ്ടതുകൊണ്ട് ദൈവം തൻ്റെ ജീവിതത്തിൽ പകർന്ന ആലോചന നിറവേറാനിടയായിത്തീർന്നു. ഞാൻ അത് പറയാൻ കാര്യം, വിളി ഉന്നത വിളിയായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളിയും വലുതാണ്. ദൈവത്തിൻ്റെ ആലോചനയുടെ പൂർണ്ണതയിൽ നാം എത്തിച്ചേരാതിരിക്കാൻ വളരെയധികം ശക്തമായ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന ആ സമയം മുതൽ ഒരുപാട് വെല്ലുവിളികൾ ജീവിതത്തിൽ കടന്നു വന്നു. ജീവിതത്തിൽ പ്രതിസന്ധികളുടെ നൂലാമാലകൾ ജീവിതത്തിൽ കടന്നു വന്നു. ആത്മീയ ഗോളത്തിൽ നിന്നും ഭൗതിക ലോകത്തിൽ നിന്നും എതിരുകൾ കടന്നു വന്നു.
ആദ്യം പ്രവർത്തിച്ച കരുവിലാഞ്ചിക്കുഴി സ്ഥലം എന്ന് പറയുന്നത് അവിടെ ശക്തമായ പ്രതികൂലം നിറഞ്ഞൊരു സാഹചര്യമാണ്. അവിടെ അസംബ്ലീസ് ഓഫ് ഗാഡിൻ്റെ വേല ആരംഭിച്ചത് ശങ്കരൻ എന്ന് പറഞ്ഞ ഒരു എക്സ് സർവീസ്മാനായ സാറ് അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ്. അവിടെ RSSകാരുടെ ശക്തമായ വെല്ലുവിളി ഉണ്ടായി. അവർ അവിടെ ആക്രമിക്കപ്പെട്ടു. ആ പ്രദേശത്ത് ആരും പോകാനില്ലാതിരിക്കുമ്പോൾ എൻ്റെ ആത്മീയ പിതാവായ പാസ്റ്റർ ജെ ബെനറ്റ് എൻ്റെ മാതൃസഭയുടെ പാസ്റ്ററായിരുന്നു. അന്നത്തെ ഡിസ്ട്രിക്ട് സൂപ്രണ്ടുമായിട്ട് സംസാരിച്ച് എന്നെ അവിടേക്ക് നിയോഗിക്കുകയായിരുന്നു. കടന്നു പോയത് തൊട്ട് ശക്തമായ വെല്ലുവിളി, മാനുഷിക എതിർപ്പും പൈശാചികമായ എതിർപ്പും ശക്തമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ദൈവം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ വലിയൊരു ജനക്കൂട്ടം യേശുവിനെ അറിയുവാൻ ദൈവം ഭാഗ്യമൊരുക്കി. പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും വിടുതലും കാണുവാൻ ദൈവം ഭാഗ്യം തന്നു. അങ്ങനെ വിവിധ തരത്തിൽപ്പെട്ട കഷ്ടതയിൽ അനുഭവിക്കുന്ന ജനം, ഇരുട്ടിലായിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടെന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ പ്രതിസന്ധിയിലായിരുന്ന പലരും യേശു കർത്താവിനെ രുചിച്ചറിയാൻ ദൈവം ഭാഗ്യം നൽകി. 3 വർഷം അവിടെ ശുശ്രൂഷിച്ചതിന് ശേഷം ഞാൻ വള്ളിപ്പാറ അസംബ്ലീസ് ഓഫ് ഗാഡിൻ്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് ട്രാൻസ്ഫർ അവിടെ ലഭിച്ചു. ഞാൻ അവിടെ കടന്നുപോയി. 8 വർഷക്കാലം ഞാനും എൻ്റെ 2 മക്കളും എൻ്റെ ഭാര്യയുമായി ഞങ്ങളവിടെ കർത്താവിൻ്റെ വേല ചെയ്തു. ദൈവം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ 8 വർഷക്കാലം ഞങ്ങളെ നടത്തി. അവിടെയും അനേകർ കർത്താവിന് വേണ്ടി നേടുവാൻ ദൈവം ഭാഗ്യം തന്നു. പിന്മാറ്റത്തിൽ നിന്ന് ചിലർ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നു. നാമധേയ ക്രൈസ്തവരിൽ നിന്നും യേശുവിലേക്ക് കടന്നു വന്നു. ഒരു ചെറിയ സഭയുടെ കൂട്ടത്തെ ദൈവം ഒരു വലിയ സഭയാക്കി ദൈവം അവിടെ തീർത്തു. അതിനുശേഷം ഞാൻ ചില നാളുകൾ കഴിഞ്ഞ് ഞാൻ വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കടന്നു വന്നു. അവിടെയും പ്രതികൂലം നിറഞ്ഞൊരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ആലയം അവിടെ പണിയുവാൻ കർത്താവ് ഇടയാക്കി. വളരെ മനോഹരമായ രീതിയിൽ 5 വർഷക്കാലം കർത്താവിൻ്റെ വേല ചെയ്യാനിടയായി. ഊരൂട്ടമ്പലം 2 വർഷക്കാലം ഞാൻ ശുശ്രൂഷിച്ചു. പ്രതിസന്ധികളുടെ നടുവിൽ കൂടെ കടന്നുപോയെങ്കിലും ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പേരൂർക്കട 4 വർഷത്തോളം ദൈവത്തിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞാനായിരുന്നു. കർത്താവിന് വേണ്ടി ആ സഭയിൽ വളരെയധികം പ്രവർത്തിപ്പാൻ ദൈവം ഇടയാക്കി. സഭയ്ക്ക് നല്ലൊരു ഗ്രോത്ത് ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകി. ഈ പ്രതികൂലങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിൽ ഈ വേല മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു ചിന്ത ജീവിതത്തിൽ തോന്നിയ സമയങ്ങളുണ്ടായിരുന്നു. മാനസികമായി തളർന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. സാമ്പത്തികമായി ഏറെ ഞെരുക്കം ജീവിതത്തിൽ അനുഭവിച്ച സമയങ്ങളുണ്ടായിരുന്നു. മുൻപോട്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് ഭാരപ്പെട്ടിരുന്ന സമയത്തെല്ലാം ദൈവത്തിൻ്റെ ബലമുള്ള ഭുജം താങ്ങി നടത്തി അത്ഭുതങ്ങളുടെ വഴികൾ ദൈവത്തിൽ നിന്ന് അനുഭവിച്ചറിയാൻ ദൈവം ഭാഗ്യം തന്നു. ഞാൻ പ്ലാമൂഡ് അസംബ്ലീസ് ഓഫ് ഗാഡ് സഭയിൽ 4 വർഷത്തിലധികം ഏകദേശം 4.25 വർഷക്കാലം ഞാനവിടെ പാസ്റ്ററായിരുന്നു. അന്ന് ധാരാളം ഉപവാസ പ്രാർത്ഥനകളും ആത്മീയ കൂട്ടായ്മകളും അനേകരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. വിശാലമായൊരു പ്രവൃത്തി അവിടെ ചെയ്തെടുക്കുവാനിടയിൽ തീർന്നു. ദൈവത്തിന് വേണ്ടി അവിടെയും പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഒത്തിരി പൈശാചിക മാനുഷിക എതിരുകൾ ജീവിതത്തിൽ കടന്നു വന്നു. അവിടെയും നിലനിൽപ്പ് ക്രിസ്തുവിലായതുകൊണ്ട് അവിടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ സ്തോത്രം ഒരു വലിയ വേല ചെയ്തെടുക്കുവാൻ ദൈവം സഹായിച്ചു. മാനുഷികമായി അത് നോക്കുമ്പോൾ ഉള്ള ഒരു അനുഭവമല്ല, തികച്ചും ആന്തരികമായി പൈശാചിക തലങ്ങളോടുള്ള പടവെട്ടലായിരുന്നു അവിടെ ദൈവം ചെയ്തെടുത്തത്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. 2020 നവംബർ മാസം 1-ാം തീയതി ഞങ്ങൾ ഈ പട്ടം LICക്ക് അടുത്ത് ഒരു പ്രവർത്തനം പ്രാർത്ഥിച്ച് ആരംഭിപ്പാനിടയിൽ തീർന്നു. ധാരാളം പ്രിയപ്പെട്ടവർ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അനവധി രോഗികളെ ദൈവം സൗഖ്യമാക്കുന്നു. പലരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുന്നു. തികഞ്ഞ ഒരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക് ദൈവം ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ആത്മീയ ഗോളത്ത് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ ഒരു സന്തോഷം നിറഞ്ഞ ജീവിത നാളുകളായിരിക്കും എന്ന് കരുതി. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ താൻ ഉദ്ധരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല യേശുവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ വരം നൽകിയിരിക്കുന്നു. ഇയ്യോബ് പറയുന്നത് പോലെ തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. സുവിശേഷ വേല വളരെ ശ്രേഷ്ഠമായ ഉന്നതമായ ഒരു ദൗത്യമാണ്. പക്ഷേ അതിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ആക്ഷേപം, പരിഹാസം, നിന്ദ, പഴി, ദൂഷി, നമ്മളെങ്ങോട്ട് തിരിഞ്ഞാലും നമ്മളെ വിമർശിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ നടുവിലാണ്
നമ്മളായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അറിയേണ്ട കാര്യം. അവിടെ മാനുഷിക വെല്ലുവിളിയും പൈശാചിക വെല്ലുവിളിയും ഏറ്റുമുട്ടുന്ന ജീവിത സാഹചര്യങ്ങളിൽ അതിജീവിക്കണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും ദൈവവചന ധ്യാനവുമാണ് അതിന് ബലമായി മാറുന്നത്. എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ അക്കാര്യത്തിൽ എനിക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഒരിക്കലും എൻ്റെ മാനുഷിക കഴിവുകൊണ്ട് ഞാൻ നിന്നതല്ല. എൻ്റെ ഭാര്യ നന്നായിട്ട് ഉപവസിക്കും, എൻ്റെ മക്കൾ ഉപവസിക്കും, അവർ നന്നായി പ്രാർത്ഥിക്കും, അവർ ദൈവസനയിൽ വേണ്ടുന്ന എല്ലാ ആത്മീയ സപ്പോർട്ടും എനിക്ക് തരും. അതുകൊണ്ട് സാമ്പത്തിക പരിമിതി വന്നപ്പോഴും, ഞെരുക്കങ്ങൾ കടന്നു വന്നപ്പോഴും, കഷ്ടത വന്നപ്പോഴും ഈ ശുശ്രൂഷ വിട്ട് പിന്തിരിയണമെന്ന് താല്പര്യമുണ്ടായിട്ടില്ല. ഈ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടണമെന്നുള്ള ആവേശം ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ വിവിധ സ്ഥാനങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കി. എൻ്റെ നീണ്ട വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാനുള്ളത്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും ഒരു കാലത്തും ലജ്ജിച്ചു പോകുകയില്ല. അവനിൽ ആശ്രയിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതകൾ മാത്രമാണ് പറയാനുള്ളത്. മാത്രമല്ല, നമ്മളെ വ്യത്യസ്തനാക്കി കർത്താവ് മാറ്റും. സുവിശേഷത്തിന് മാത്രമേ രൂപാന്തരപ്പെടുത്താൻ കഴിയുള്ളൂ. സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരു വ്യക്തിയായി ദൈവത്താൽ മാറ്റപ്പെടുകയാണ്. നമുക്ക് നേരെ കടന്നു വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ തിരിയുന്നത് ദൈവമുഖത്തേക്കാണ്, നമ്മൾ ആശ്രയിക്കുന്നത് ദൈവമുഖത്തേക്കാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവസന്നിധിയിലാണ്. ആ ദൈവം നമ്മുടെ ഹൃദയത്തെ അറിഞ്ഞ്, നമ്മുടെ നിരൂപണങ്ങളെ അറിഞ്ഞ്, നമ്മുടെ സാഹചര്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം, സുവിശേഷ വേലയ്ക്ക് ഉള്ള വിളി ഏറ്റവും ഉന്നതമായ വിളിയാണ്. പക്ഷെ ദൈവം വിളിച്ചത് കൊണ്ട് പ്രതിസന്ധിയില്ല. ഇനി അങ്ങോട്ടുള്ള ജീവിതം ഭയങ്കരമായിരിക്കും. കുറേ ഭൗതിക സമൃദ്ധികളും ശ്രേഷ്ഠതകളും ഭയങ്കരമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും എന്നൊക്കെ പ്രഘോഷിക്കുന്ന പ്രഭാഷണങ്ങളൊക്കെ നിങ്ങളുടെ കാതുകളിൽ കേട്ട് കാണും. നേരത്തെ ഉദ്ധരിച്ച തിരുവെഴുത്ത് തന്നെ ഞാനിവിടെ പറയുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, യേശുവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ വരം ലഭിക്കപ്പെട്ടവരാ നമ്മൾ. ക്രിസ്തീയ മാർഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒന്നാമത്തെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇതൊരു സുഖജീവിതമല്ല. ധാരാളം കഷ്ടം സഹിക്കേണ്ടി വരും. ദാഹം, വിശപ്പ്, പട്ടിണി, നിന്ന, അപമാനം, ദുഷി, പഴി, ഒറ്റപ്പെടലുകൾ, ജീവിതത്തിൽ കഠിനമായ ആക്രമണങ്ങൾ കടന്നു വരും. നമ്മെ പ്രതിക്കൂട്ടിലാക്കുന്ന പല ആരോപണങ്ങൾ നമുക്കെതിരെ ഉയർന്നു വരും. നമ്മെ ശക്തമായി ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ മനുഷ്യനും പിശാചും കൈകോർക്കുന്ന സമയങ്ങൾ വരും. ആ സമയത്ത് നമ്മൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മോട് കൂടെയുണ്ട്. ആമേൻ. തൻ്റെ തൂവലുകൾ കൊണ്ട് നമ്മെ മറയ്ക്കുമെന്ന് തിരുവെഴുത്തിൽ വായിച്ചിട്ടുണ്ട്. അത് 14-ാം വാക്യത്തിൽ, 91-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. കർത്താവിനോട് പറ്റി നിന്നാൽ നമുക്ക് വലിയ വിടുതലാണ്. 3-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറയുന്നു, നീയോ യഹോവ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും. അപ്പോൾ ഇത് കുറേ സാമ്പത്തിക നേട്ടങ്ങൾക്ക് മുതൽക്കൂട്ടായി മാറുകയില്ല. ഒരുപാട് ഞെരുക്കങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും, ഒരുപാട് വേദനയിലൂടെ നമ്മൾ കടന്നു പോകും, പരിമിതികൾ നമ്മെ വേട്ടയാടും. പക്ഷേ അവിടെയും ദൈവത്തിലുള്ള ആശ്രയം നമുക്ക് ആത്മീയമായ ബലവും ആത്മീയമായ പുഷ്ടിയും ആത്മീയമായ ഉത്തേജനവും നമ്മുടെ ജീവിതത്തിൽ പകരും. എന്ത് കുറവുണ്ടെങ്കിലും എന്തെല്ലാം ആവശ്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ അതിനെല്ലാം ഉപരിയായി യേശുവാണ് എൻ്റെ സമ്പത്തെന്നുള്ള ഉറപ്പും ധൈര്യവും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ കൂടെ ഞാൻ ഈ ധരണത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന മെസ്സേജുകളും നമ്മൾ കേൾക്കുന്ന ആൾക്കാരുകൾ സമൃദ്ധിയുടെ സുവിശേഷമാണ്. ആ ദൈവത്തെ അറിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു കഷ്ടതയുമില്ല, ഒരു പ്രയാസവുമില്ല, ഈ ലോകത്തിൽ പിന്നെ നിങ്ങൾ ഒരു വേദനയിലൂടെയും കടന്നു പോകില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അത് തെറ്റായ പഠിപ്പിക്കലാണ്. യേശുവിനെ അറിയുന്നത് ഈ ലോകത്തിലെ സുഖജീവിതത്തിനും സൗഭാഗ്യങ്ങൾക്കും വേണ്ടിയല്ല. നല്ല വസ്ത്രം കിട്ടിയാൽ ധരിക്കണം, നല്ല ആഹാരം കിട്ടിയാൽ ഭക്ഷിക്കണം, നല്ല വാഹനം കിട്ടിയാൽ സഞ്ചരിക്കണം, നല്ല വീട് കിട്ടിയാൽ അതിൽ പാർക്കണം, ഒക്കെ സന്തോഷമാണ്, എല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇതൊന്നുമില്ലെങ്കിലും തള്ളിപ്പറയാൻ പറ്റാത്ത ഒരു രക്ഷകൻ്റെ മാർഗമാണ് ഈ ക്രിസ്തീയ മാർഗം. ഇതൊക്കെ പ്രസംഗികർ നമ്മെ പഠിപ്പിക്കുന്നത് പോലെയൊന്നും കിട്ടിയെന്ന് വരികയില്ല. അതിനു വേണ്ടിയുള്ളൊരു ഡെഡിക്കേഷനല്ല നമുക്ക് ആവശ്യം. നമ്മൾ ഇന്ന് മരിച്ചാൽ നമ്മുടെ ആത്മാവ് നിത്യതയിലെത്തണം. നമുക്കിവിടുത്തെ ജീവിതം താൽക്കാലികമാണ്.
പാട്ടുകാരൻ പറയുന്നു 7, 10 ഏറെയായാൽ 80 സംവത്സരം, നീളുമായോ സതു നനച്ചാൽ കഷ്ടത മാത്രം. മനുഷ്യ ജീവിതം വളരെ ക്ഷണികമാണ്. ഇവിടുത്തെ താൽക്കാലിക ജീവിതം കഴിയുമ്പോൾ ദൈവം നമുക്കായി ഒരുക്കുന്ന ഒരു നിത്യതയുണ്ട്. ആ നിത്യതയ്ക്ക് വേണ്ടി ഇവിടെ പട്ടിണി കിടന്നാലും, ഇവിടെ മരണപ്പെട്ടാലും, രക്തസാക്ഷിയായാലും, ആരാലും ആക്രമിക്കപ്പെട്ടാലും ഉപേക്ഷിക്കപ്പെടുന്ന ഒരു മാർഗമല്ല ക്രിസ്തുവിനോട് ചേരുക എന്നുള്ള അളവറ്റ ആ ദൗത്യമാണ് ഈ മഹത്വകരമായ അനുഭവത്തിലേക്ക് നമ്മെ നടത്തുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, നമുക്ക് വിളിയുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടിയല്ല, ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നമ്മെ വിളിച്ച് വേർതിരിച്ചു എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ തെളിയിക്കുവാൻ തയ്യാറാകണം. എങ്ങനെ? കഷ്ടത വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുകയും സമൃദ്ധി വരുമ്പോൾ ദൈവം നല്ലവനെന്ന് പറയുന്ന ഒരു അനുഭവമല്ല. സമൃദ്ധി അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, കഷ്ടതയാണ് നമ്മുടെ കൈമുതലെന്ന് തോന്നിയാലും, ഞെരുക്കത്തിൻ്റെ അപ്പം നമ്മൾ ഭക്ഷിക്കേണ്ടി വന്നാലും, കണ്ണുനീരിൻ്റെ വെള്ളം കുടിക്കേണ്ടി വന്നിരുന്നാലും, ദൈവിക ആശ്വാസങ്ങൾ പ്രാപിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് അന്ത്യത്തോളം ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നമ്മൾ തയ്യാറാകണം.